പശ്ചിമഘട്ടത്തിലെ അനധികൃത റിസോർട്ടുകളും കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കാൻ നടപടിയുമായി കർണാടക സർക്കാർ രംഗത്തിറങ്ങുന്നു. പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന മേഖലകളിൽ ടാസ്ക് ഫോഴ്സിന്റെ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിലാണ് കർണാടക സർക്കാരിന്റെ ഈ നടപടി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പശ്ചിമഘട്ടത്തിലെ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ പാറപൊട്ടിക്കൽ പോലുള്ള കർമ്മങ്ങൾ നടക്കുന്നുവെന്ന് വാർത്തകൾ വരുമ്പോൾ കർണാടക സർക്കാരിന്റെ ഈ ചുവടുവയ്പ് വളരെ ധീരമായ ചുവടുവയ്പ്പാണെന്ന് പറയേണ്ടി വരും. അരുൺ പൂപ്പറമ്പ, ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ്? SK ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിലാണ് കർണാടക സർക്കാർ ഇത്തരത്തിലൊരു അടിയന്തര നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. വനം വകുപ്പാണ് ഇത് ഏകോപിപ്പിക്കുന്നത്. വനം മന്ത്രി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചതായി ഇന്നലെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ നടപടികൾ, അതിന്റെ പരിശോധന ഇന്ന് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള മേഖലകളിലെ അനധികൃത റിസോർട്ട് നിർമ്മാണം, അതോടൊപ്പം തന്നെ കയ്യേറ്റങ്ങൾ, നിർമ്മിതികൾ അവിടെ എത്തിയവർ പരിശോധന നടത്തുകയും ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകുകയും ചെയ്യും. അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് നിലവിലിപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 10 ജില്ലകൾ, പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള 10 ജില്ലകളിലാണ് ഇത്തരത്തിൽ ടാസ്ക് ഫോഴ്സിന്റെ പരിശോധനകൾ നടക്കുക. ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകും. പിന്നീട് ഒരു മാസത്തിനകം ഇതിന് വിശദമായിട്ടുള്ള റിപ്പോർട്ട് വനം വകുപ്പിന് കൈമാറണം എന്നതാണ് നിലവിൽ ഇപ്പോൾ വനം മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉൾപ്പെടെ കടക്കുക. അതായത് അനധികൃത കയ്യേറ്റങ്ങൾ, റിസോർട്ട് നിർമ്മാണം, കെട്ടിട നിർമ്മാണം, ഈ പശ്ചിമഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഭാഗമായിട്ടുള്ള മേഖലകളിലെ ഇത്തരം നിർമ്മാണങ്ങളെല്ലാം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കും. അതിന്റെ ഒരു പ്രാരംഭ പരിശോധനകളാണ് നടക്കുന്നത്.